ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ്. ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. എന്തൊക്കെയാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്, എന്തൊക്കെയാണ് ഇന്നത്തെ ഗൈഡൻസ് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഡെലിജൻസ് ആണ്. ഇവിടെ ഫസ്റ്റ് തന്നെ നിങ്ങൾക്ക് വളരെ നല്ല എനർജിയാണ് വന്നിരിക്കുന്നത്. വളരെയധികം ഉത്സാഹത്തോടു കൂടി ഇങ്ങനെ, അതായത് ഫ്രീഡം കിട്ടിയിട്ട് പാറിപ്പറക്കുന്ന എനർജിയാണ്. അതുപോലെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഏതെങ്കിലും ഒരു കാര്യത്തിൽ മാനസികമായിട്ടുള്ള സന്തോഷം വർദ്ധിക്കും, ഉത്സാഹം വർദ്ധിക്കും. ഇന്നത്തെ ജോലി ചെയ്യാനുള്ള ഉത്സാഹം വർദ്ധിക്കും. ചിലപ്പോൾ നിങ്ങളിവിടെ സ്പിരിച്വലായിട്ട് കുറച്ച് കണക്ട് ആയിട്ട് അവിടെ നിന്ന് ഒരു സന്തോഷം അനുഭവിക്കുന്നു, യൂണിവേഴ്സിനോടുള്ള വിശ്വാസം, അവിടെ നിന്ന് നിങ്ങൾക്കൊരു സന്തോഷം ലഭിച്ചിട്ടാവണം ഇന്നത്തെ പല പ്രവൃത്തികളിലേക്കും ഉള്ള തുടക്കം കുറിക്കുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. ചിലപ്പോൾ നിങ്ങളിവിടെ യാത്ര ചെയ്യുന്നതാവാം, യാത്രകൾ നിങ്ങൾക്ക് സഫലമാകുന്നതിലുള്ള സന്തോഷം അനുഭവിക്കുന്നതാവാം. ഏതെങ്കിലും കാര്യങ്ങളിലൊക്കെയും നിങ്ങൾക്കിന്ന് മനഃശാന്തി, സമാധാനം ഒക്കെ ലഭിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നോക്കാം നമുക്ക്. കൂടുതൽ ഉത്സാഹത്തോടുകൂടി നിങ്ങൾ പല കാര്യങ്ങളിലേക്കും മുഴുകുന്നു എന്ന് കാണുന്നുണ്ട്. ത്രീ ഓഫ് സോഡിന്റെ എനർജിയാണ്. ഇവിടെ നിന്ന് നിങ്ങൾക്കാണ് നിങ്ങൾ മുന്നോട്ട് വരാനുള്ള എനർജി ലഭിക്കുന്നത്. ഇതുവരെ നിങ്ങൾക്ക് മാനസികമായിട്ടുള്ള ഒരു സങ്കടത്തിൽ ഇരിക്കേണ്ടി വന്നിട്ടുണ്ടാവണം, മാനസിക സംഘർഷം അനുഭവിച്ചിട്ടുണ്ടാവണം, അല്ലെങ്കിൽ ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവണം. ഈ ഒരു എനർജിയിൽ നിന്നാണ് നിങ്ങൾക്ക് ഈ സന്തോഷത്തിലേക്ക് വരാനുള്ള സാഹചര്യം ഉണ്ടാവുന്നത് എന്ന് കാണുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നിങ്ങൾക്ക് ഒരുപാട് പേരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതായിട്ടുണ്ടാവും. ഒരുപാട് പേർ നിങ്ങളിലേക്ക് അടിച്ചേൽപ്പിച്ച പ്രശ്നങ്ങൾ ഉണ്ടാവണം. എല്ലായ്പ്പോഴും നിങ്ങൾ ഒന്ന് വിചാരിക്കണം, നമ്മുടെ അവസ്ഥ നല്ലതാണെങ്കിൽ നമുക്ക് ചുറ്റുമുള്ളവരെല്ലാം നല്ലതാവും. മനസ്സിലായി? ഇവിടെ നമ്മുടെ അവസ്ഥ അല്പം മോശമായിട്ടുള്ള സാഹചര്യമാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ അവസ്ഥ മോശമായ സാഹചര്യത്തിൽ എന്താണ്, ചുറ്റിനുമുള്ളവരെല്ലാം നല്ലതാവും. ഇനി അഥവാ നിങ്ങളുടെ അവസ്ഥ മോശമാണെങ്കിലോ ചുറ്റുമുള്ളവരെല്ലാം തിരക്കിലാവും, അവരങ്ങ് ഭയങ്കര ബിസിയാവും. നിങ്ങളെ കണ്ടതായിട്ട് പോലും നടിക്കില്ല, നിങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാനോ അല്ലെങ്കിൽ അറിയാനോ ശ്രമിക്കില്ല. അത്തരമൊരു അവസ്ഥയിലേക്ക് ചിലപ്പോൾ നിങ്ങൾ നീങ്ങിയിട്ടുണ്ടാവണം. ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യ കാര്യമാണ്. കാരണം നിങ്ങളുടേതായ പ്രശ്നങ്ങളിൽ ദുഃഖിക്കാൻ നിങ്ങൾ മാത്രമേ ഉണ്ടാവൂ. അതുകൊണ്ട് കൂടുതലായിട്ടും എപ്പോഴും സന്തോഷത്തിലിരിക്കാൻ ശ്രമിക്കുക. പ്രശ്നങ്ങൾ വരുത്തി വയ്ക്കാതിരിക്കാനും ശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ്. കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകണം. മനസ്സിലായി? എന്താണ് നിങ്ങൾക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന പ്രശ്നം, അത് നിങ്ങൾ മനസ്സിലാക്കി സൊല്യൂഷൻ കണ്ടെത്തണം. മനസ്സിന് സമാധാനം കൊടുക്കണം. ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിൽ പങ്കെടുക്കാൻ പോവരുത്. അതാണ് ഒന്നാമതായിട്ട്. മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് സന്തോഷം കണ്ടെത്താനും നിങ്ങൾക്ക് ദുഃഖം വരുത്താനും ഒക്കെ നിങ്ങളെ കൊണ്ട് മാത്രമേ കഴിയൂ. നിങ്ങൾക്ക് സന്തോഷമായിട്ട് ഇരിക്കണമെങ്കിൽ അത് നിങ്ങൾ വിചാരിച്ചാലേ സാധിക്കൂ. മറ്റുള്ളവരാരും നിങ്ങൾക്ക് സന്തോഷം കൊണ്ടുതരില്ല. അതുകൊണ്ട് എന്ത് പ്രശ്നം വന്നാലും അതിനെ പരിഹരിക്കാൻ ശ്രമിക്കുക, സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ നിങ്ങൾക്ക് ഇവിടെ മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നാണ് നമ്മൾ ഇവിടെ കാണുന്നത്. സ്റ്റിൽനെസ് ആണ്. ഈ ഒരു നിശ്ചലത കണ്ടില്ലേ, ഇവിടെ സ്റ്റിൽനെസ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് അങ്ങനെ തന്നെ നിൽക്കുകയാണ്. പക്ഷെ ഈ ഒരു സൈലൻസിൽ ഉണ്ടല്ലോ, ഈ ഒരു സൈലൻസിലാണ് നിങ്ങൾക്കൊരു ക്ലാരിറ്റി ലഭിക്കുന്നത്. സൈലൻസ് എപ്പോഴും നിങ്ങളെ മുന്നോട്ട് നയിക്കാനുള്ളതാണ്, അല്ലാതെ ബാക്കിലേക്ക് പോകുന്നതല്ല സൈലൻസ് എന്ന് പറയുന്നത്. പലപ്പോഴും സൈലൻസിൽ ഇരുന്ന് കഴിഞ്ഞാൽ പല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം നിങ്ങൾക്ക് ലഭിക്കും. സക്സസിലേക്ക് പോകാൻ കഴിയുന്നത് സൈലൻസിൽ ഇരിക്കുമ്പോഴാണ്.
ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥയ്ക്ക് അപ്പുറത്തായിട്ട് ഒരു ക്ലാരിറ്റി ലഭിക്കുന്നു എന്ന് കാണുന്നുണ്ട്. എന്താണ്, കുറച്ചു നേരം ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഇനി അടുത്തതായിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥ വളരെ നല്ലതാണ്. ഇങ്ങനെ ഇരിക്കാനും ശ്രമിക്കുക. കുറച്ചു നേരം സൈലൻസിൽ ഇരിക്കാൻ ശ്രമിക്കേണ്ടത് അത്യാവശ്യ കാര്യമാണെന്നാണ് ഇവിടെ കാണുന്നത്. ഇവിടെ 8 ഓഫ് വാൺസിന്റെ എനർജിയാണ്. ഈ 8 ഓഫ് വാൺസിന്റെ എനർജി എന്ന് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം സ്പീഡിൽ നിങ്ങൾക്ക് ക്ലാരിറ്റി ലഭിക്കുകയാണ്. പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ക്ലാരിറ്റി ലഭിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ ഒരു ക്ലാരിറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ ബിസിനസ് കാര്യങ്ങളിൽ, കരിയറിൽ, എന്താണോ, എവിടെയാണോ, റിലേഷൻഷിപ്പിലാണോ, ഏതൊരു കാര്യത്തിലും നിങ്ങൾക്ക് ഇവിടെ ക്ലാരിറ്റി ലഭിക്കുന്നുണ്ട്, ലക്ഷ്യബോധം ഉണ്ടാകുന്നുണ്ട്. അതാണ് പറയുന്നത് ഇവിടുത്തെ ഈ ഒരു സൈലൻസ് എന്ന് പറയുന്നത് നിങ്ങളെ ഇതിന് സഹായിക്കുന്നതാണ്. ചിലപ്പോൾ കരിയറിൽ ഒരു സക്സസ് ലഭിക്കാം, ചിലപ്പോൾ പ്രൊമോഷൻ ലഭിക്കാം. എങ്ങനെ വേണം, എങ്ങനെ മുന്നോട്ട് വരണം എന്നൊക്കെ നിങ്ങൾക്ക് മറുപടി കിട്ടും, അതിന് ക്ലാരിറ്റി ലഭിക്കും. നിങ്ങൾക്ക് ഇനി പിണങ്ങിയിരുന്ന വ്യക്തികളുമായിട്ട് റീയൂണിയൻ സംഭവിക്കണം, അതിനും ഇവിടെ സാധ്യതയുണ്ട്. അത്ര വളരെ ഏറെ ആവേശത്തോടുകൂടിയുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇത് കുറച്ച് ഫാസ്റ്റായിട്ട് സംഭവിക്കുന്ന എനർജിയാണ്, മനസ്സിലായോ? അപ്പൊ ഇതാണ് ഇവിടെ ഈ ഒരു സ്റ്റിൽനെസ്സിലൂടെയാണ് നിങ്ങൾക്ക് ഈ സൈലൻസിലൂടെ വന്നിട്ട് ഇവിടെ ക്ലാരിറ്റി നേടാൻ കഴിയുന്നത്. അതുകൊണ്ട് എപ്പോഴെങ്കിലും ഒക്കെ ഒരു ദിവസം കുറച്ച് സമയമെങ്കിലും സൈലൻസിലിരിക്കാൻ ശ്രമിക്കണം. അവിടെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് ക്ലാരിറ്റി ലഭിക്കും, മുന്നോട്ട് പോകേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾക്ക് മറുപടി ലഭിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ എല്ലാത്തിനും ഒരു ക്ലാരിറ്റി വരുന്നുണ്ട്. ചിലപ്പോൾ യാത്രകളാവാം, നിങ്ങൾ വിചാരിക്കുന്ന യാത്രകൾക്ക് നിങ്ങൾക്കൊരു ക്ലാരിറ്റി വരും, അതിലൂടെ നിങ്ങൾക്കൊരു സക്സസും ലഭിക്കാനുള്ള സാധ്യതയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ പേഷ്യൻസ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ അത്യാവശ്യമാണ് പേഷ്യൻസ്. ക്ഷമയെന്ന് പറയുന്ന 2 അക്ഷരം ജീവിതത്തിൽ വളരെയധികം അത്യാവശ്യമുള്ളതാണ്. എല്ലായ്പ്പോഴും ക്ഷമ പാലിക്കുന്നത് ഏറ്റവും നല്ലതാണ്. ഏത് കാര്യത്തിനായാലും ധൃതി പിടിച്ച് പുറപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കത് അവിടെ സാധിക്കുകയില്ല. നിങ്ങൾ ക്ഷമയോടുകൂടി, ബുദ്ധിയോടുകൂടി ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യത്തിനും ഉത്തരം കിട്ടും. അതുകൊണ്ട് നിങ്ങൾ ജീവിതത്തിൽ ക്ഷമ പാലിക്കേണ്ടത് അത്യാവശ്യമാണെന്നാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര ദൂരം വരെ സഞ്ചരിക്കാം, അതൊക്കെ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾക്ക് ആ ഒരു എനർജി ലഭിക്കും, മനസ്സിലായോ? ഒരുപാട് കാര്യങ്ങൾക്ക് സക്സസ്സിലേക്ക് പോകാനും സക്സസ് നേടിയെടുക്കാനും നിങ്ങളെ കൊണ്ട് സാധിക്കുമെന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ത്രീ ഓഫ് പെന്റക്കിൾസ് 2-3 പേർ കൂടിച്ചേർന്ന്, കണ്ടില്ലേ? ഇവിടെ കൂടിച്ചേർന്നുള്ള ഒരു സംരംഭമാണ്. എന്തിനു വേണ്ടി? സാമ്പത്തികപരമായ പുരോഗതിക്ക് വേണ്ടി, സാമ്പത്തികം കൂടുതലായിട്ട് നേടിയെടുക്കാൻ വേണ്ടി, മണി കൂടുതലായിട്ട് ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു സംരംഭം തുടങ്ങുന്നുണ്ടാവാൻ 2-3 പേർ കൂടിച്ചേർന്നിട്ട്. ഇങ്ങനെ കൂടിച്ചേർന്നുള്ള സംരംഭം നിങ്ങളെ ആവശ്യത്തിന് ക്ഷമ കൂടി ഉണ്ടെങ്കിൽ ക്ഷമ പാലിക്കാം. 3 പേരും കൂടെ ചേരുന്നതല്ലേ. അപ്പൊ അങ്ങനെ അല്ലെങ്കിൽ 3 അതിലധികമോ ആകാം. അങ്ങനെ കൂടിച്ചേർന്ന് ചെയ്യുന്ന പല കാര്യങ്ങൾക്കും വളരെയധികം ക്ഷമ ഉണ്ടാവണം. പരസ്പരം പാർട്ട്ണർഷിപ്പ് ചേർന്ന് പോകുന്ന ഏത് കാര്യത്തിനും ക്ഷമ ഉണ്ടാവണം എന്നാണ് ഇവിടെ കാണുന്നത്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്കൊരു സക്സസ്സിലേക്ക് പോകാൻ സാധിക്കും. നിങ്ങളുടെ ആ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ നിങ്ങൾ തുടങ്ങി വെച്ച സംരംഭം നിങ്ങൾക്ക് വളരെയധികം സാമ്പത്തികപരമായ പ്രോഗ്രസ് തരുന്നതാണ് എന്നാണ് നമ്മളിവിടെ കാണുന്നത്. ടെൻ ഓഫ് വാൺസിന്റെ എനർജി നിങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ ഇന്നത്തെ ദിവസം പല കാര്യങ്ങളെയും ഉപേക്ഷിച്ചിട്ട് പല ഭാരങ്ങളെ താഴെ വെക്കുക. ഇതുവരെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തുകൊണ്ടിരുന്ന, നല്ലതുപോലെ ഭാരം ചുമന്നിരുന്ന, ഒരു ബർഡൻ ഏറ്റെടുത്തിരുന്ന ചില കാര്യങ്ങളുണ്ടാവും. അവിടെ അതിനെ തീർക്കാൻ സമയമായിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അതിനെ തീർത്തിട്ട് നിങ്ങൾ പുതിയൊരു അധ്യായത്തിലേക്ക് കടക്കുന്നു, പുതിയൊരു ജീവിതത്തിലേക്ക് തന്നെ കടക്കുന്നു, അല്ലെങ്കിൽ പുതിയൊരു ജോലിയിലേക്ക് കടക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അവസാനം വരുമ്പോൾ അത് ക്ഷമയോടുകൂടി നിങ്ങൾക്കത് തീർക്കാൻ സാധിക്കുന്നു എന്നുള്ളത് കാണുന്നുണ്ട്.
ഇവിടെ അബണ്ടൻസ് ആണ് വന്നിരിക്കുന്നത്. ഇത്തരത്തിലുള്ള എനർജിയിലൂടെ നിങ്ങൾ മുന്നോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് സമൃദ്ധിയിലേക്ക് വരാൻ സാധിക്കുന്നു. എന്തിന്റെ സമൃദ്ധി ആയാലും, സ്നേഹത്തിന്റെ സമൃദ്ധി ആയാലും, പൂക്കളൊക്കെ വിടർന്ന് ഉല്ലസിച്ച് നിൽക്കുന്നത് കണ്ടില്ലേ? അപ്പൊ ഇവിടെ എന്തിന്റെ സമൃദ്ധി ആയാലും സ്നേഹത്തിന്റെ സമൃദ്ധി ആവാം. നിങ്ങൾക്ക് ആരുടെയെങ്കിലും ഒക്കെ സ്നേഹം ലഭിക്കാനുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. പുതിയതായ ചില തുടക്കങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ചതുപോലെ നല്ലൊരു ലൈഫിലേക്ക് പോകാനുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമുക്ക് നോക്കാവേ. അബണ്ടൻസ് എന്ന് പറയുമ്പോഴെന്താണ്, നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും അബണ്ടൻസിന്റെ ഒരു ബോധം ഉണ്ടായിരിക്കണം കേട്ടോ. ഇവിടെ അബണ്ടൻസ് അല്ലേ വന്നിരിക്കുന്നത്, നിങ്ങളുടെ ഉള്ളിൽ എല്ലായ്പ്പോഴും അബണ്ടൻസിന്റെ ഒരു ബോധം ഉണ്ടായിരിക്കണം. ഞാൻ അബണ്ടന്റ് ആണ്, ഐ ആം സക്സസ്, ഐ ആം അബണ്ടന്റ്. ഇതൊക്കെ എല്ലായ്പ്പോഴും മന്ത്രിച്ചുകൊണ്ടേയിരിക്കണം. മന്ത്രിച്ചു കഴിഞ്ഞാൽ മാത്രം പോരാ, കാരണം ഉള്ളിൽ ആ ബോധത്തെ വളർത്തിയെടുക്കണം. നിങ്ങൾ മനസ്സിന്റെ ഉള്ളിൽ എന്താണോ വിചാരിക്കുന്നത്, അല്ല എങ്കിൽ എന്ത് വികാരമാണോ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്, അത് വളരെയധികം ശ്രദ്ധിക്കണം. സമ്പത്തിന്റെ ബോധം, ആരോഗ്യത്തിന്റെ ബോധം, സ്നേഹത്തിന്റെ ബോധം, ഇതെല്ലാം നിങ്ങൾക്ക് കൊണ്ടുവരാവുന്നതാണ്. ആ ഉള്ളിന്റെ ഉള്ളിൽ അത് നിറയ്ക്കണം. നിങ്ങൾ ആ ഒരു ബോധം നിറയ്ക്കണം. എന്തിന്റെ ബോധമാണ്? അബണ്ടൻസിന്റെ ബോധത്തെ ഫീൽ ചെയ്യണം. മനസ്സിലായി? അപ്പോഴാണ് നിങ്ങൾ വിചാരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് സാധ്യമായി കിട്ടുന്നത്. ഇത് നിങ്ങൾ ഈ ഒരു ചിന്ത എന്ന് പറഞ്ഞ് ബോധപൂർവം ക്രിയേറ്റ് ചെയ്യുകയാണ് വേണ്ടത്. അല്ലാതെ എനിക്ക് അങ്ങനെ ഒരു ബോധമില്ല, ഞാനിപ്പോ എന്ത് ചെയ്യാൻ, എനിക്കത് അങ്ങനെ വരുന്നില്ല, അങ്ങനെയല്ല. ബോധപൂർവം ക്രിയേറ്റ് ചെയ്യണം അബണ്ടൻസിനെ. മനസ്സിലായോ? നമ്മുടെ കയ്യിൽ ഇപ്പോൾ പൈസ ഇല്ല, സാമ്പത്തികമില്ല, അല്ലെങ്കിൽ നമുക്ക് ആരുടെയും സ്നേഹം കിട്ടുന്നില്ല എന്നൊക്കെ ഇരുന്നാൽ കൂടെ അങ്ങനെ വിഷമിച്ചിരിക്കുകയല്ല വേണ്ടത്. എൻ്റെ ഉള്ളിൽ ഇതുണ്ട്, സാമ്പത്തികമായ ബോധമുണ്ട്, മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്യണം. മനസ്സിലായോ? കുറച്ച് കഴിഞ്ഞാൽ എനിക്കത് ലഭിക്കും, അല്ലെങ്കിൽ എനിക്ക് ഇപ്പോൾ തന്നെ അത് ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള ആ ഒരു ബോധമുണ്ടാവണം. സ്നേഹം, എല്ലാവരും എന്നെ സ്നേഹിക്കുന്നു, ഞാൻ സ്നേഹിക്കപ്പെടാൻ അർഹയാണ്, അല്ലെങ്കിൽ അർഹനാണ്, എനിക്ക് എല്ലാവരുടെയും സ്നേഹം ലഭിച്ചുകൊണ്ടിരിക്കുന്നു, ഞാൻ എല്ലാവരെയും സ്നേഹിക്കുന്നു, അല്ലെങ്കിൽ പണത്തെ ഞാൻ സ്നേഹിക്കുന്നു, പണം എന്നെയും സ്നേഹിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള ബോധം, അബണ്ടൻസ് നിറയ്ക്കണം നിങ്ങളുടെ ഉള്ളിൽ. ഈ അബണ്ടൻസിന്റെ ബോധം നിങ്ങളുടെ ഉള്ളിൽ മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്യേണ്ടത് അത്യാവശ്യ കാര്യമാണ്. അപ്പോഴാണ് നിങ്ങൾ നല്ലൊരു എനർജിയിലേക്ക് നീങ്ങുന്നത്. അതിന് നിങ്ങളെ കൊണ്ട് സാധിക്കും. ആവശ്യമില്ലാതെ ഒന്നിനെ കുറിച്ചും ബോധറാവരുത്. മനസ്സിലായി? ഇവിടെ കണ്ടില്ലേ, ഒരു പുതിയ തുടക്കം നിങ്ങൾക്ക് വരുന്നുണ്ട്. നിങ്ങൾക്ക് സാമ്പത്തിക മാർഗത്തിനുള്ള ഒരു തുടക്കമാണ്. ഇപ്പോൾ എന്താ ഒരു പുതിയ ജോബ് ആയിരിക്കാം, ജോബ് ലഭിക്കുന്ന എനർജി, പുതിയ ഒരു കരിയറിലേക്ക് നിങ്ങൾ തുടക്കം കുറിക്കുന്നു, അല്ലെങ്കിൽ ഒരു യാത്രയിലേക്ക് തുടക്കം കുറിക്കുന്നു. ഈ യാത്ര നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനം ചെയ്യുന്നതാവണം. വിദേശത്തേക്കുള്ള യാത്രയാവണം, ഇത് ഒരു ഫ്ലൈറ്റ് യാത്രയാവണം. ഇത് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്നതാണ്. ആവശ്യമില്ലാതെ നിങ്ങൾ ഒന്നിനെ കുറിച്ചും ബോധറാവരുത്. മനസ്സിലായോ? നല്ല നല്ല ബോധത്തെ ഉള്ളിൽ കൊണ്ടുവരണം, മനഃപൂർവ്വം അതിനെ ക്രിയേറ്റ് ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. എന്നിട്ട് നിങ്ങൾ പരിശ്രമിക്കുക കൂടി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടെ ഒരു സക്സസ് ലഭിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം വരുന്നു. ഏസ് ഓഫ് സോഡിന്റെ എനർജിയാണ്. നിങ്ങൾ അവിടെ ബുദ്ധിപൂർവ്വം ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ തീരുമാനിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യത്തിലേക്ക് പുതിയതായിട്ട് തുടക്കം കൊണ്ടുവരാൻ സാധിക്കുന്നു. ഈ തുടക്കം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെയധികം സക്സസിലേക്ക് നീങ്ങാൻ സാധിക്കുന്നതാണ് എന്ന് കാണുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അബണ്ടൻസിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ സാമ്പത്തികത്തിന്റെ എനർജി ആവാം, അതുമല്ലെങ്കിൽ മറ്റെന്തിൻ്റെയെങ്കിലും എനർജി ആവാം. പുതിയ തുടക്കം വന്നിരിക്കുകയാണ് നിങ്ങൾക്ക്. കണ്ടില്ലേ? വളരെ നല്ല എനർജിയാണ്. ഇവിടെ പ്ലഷറാണ്, സന്തോഷത്തിൻ്റെതായ എനർജി കണ്ടില്ലേ? ഇവിടെ ഇന്നത്തെ ദിവസം ആർക്കെങ്കിലുമൊക്കെ സന്തോഷത്തിന്റെ വഴിയിലൂടെ പോകാൻ സാധിക്കും എന്നുള്ളതാണ് കാണുന്നത്. അതുപോലെ മാനസികമായിട്ട് സന്തോഷിക്കാൻ പറ്റും എന്നുള്ളതാണ്. വെളിച്ചത്തിലൂടെ മുന്നോട്ട് പോവുകയാണ്. ഏത് വഴിയേ പോയി കഴിഞ്ഞാൽ എനിക്ക് വെളിച്ചം കാണാം എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇരുളിലൂടെ മുന്നോട്ട് നടന്ന് നല്ലൊരു പ്രകാശത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ ആഗ്രഹ സഫലീകരണമാണ് വരാൻ പോകുന്നത്. മാനസികമായിട്ട് ശാരീരികമായിട്ടും ഒക്കെ സന്തോഷം അനുഭവിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്.
നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ മനസ്സിന് മാത്രം പ്രാധാന്യം കൊടുത്താൽ പോരാ, ശരീരത്തിന് കൂടി പ്രാധാന്യം കൊടുക്കേണ്ടതാണ്. ശരീരമാദ്യം ഖലു ധർമ്മസാധനം എന്നല്ലേ പറയുന്നത്. അതായത് എന്താണ്, ധർമ്മത്തെ ആചരിക്കാനുള്ള ഏറ്റവും നല്ലൊരു ഉപകരണമാണ് ശരീരം എന്ന് പറയുന്നത്. ഈ ശരീരമില്ലാതെ ഈ മനസ്സുണ്ടോ നിങ്ങൾക്ക്? ഇല്ലല്ലോ. ഫിസിക്കൽ ബോഡി ഇല്ലാതെ മെന്റലി നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവുമുണ്ട്. അപ്പോൾ സ്ഥൂല ശരീരത്തിന് പ്രാധാന്യം കൊടുക്കണം, അതുപോലെ തന്നെ സൂക്ഷ്മ ശരീരത്തിനും പ്രാധാന്യമുണ്ട്. അപ്പോൾ സൂക്ഷ്മ ശരീരത്തിൽ നടക്കുന്ന ഈ എനർജി എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലായ്പ്പോഴും നിലനിർത്താൻ സാധിക്കുന്നതാണ്. മെന്റൽ പവറായാലും ഫിസിക്കൽ പവറായാലും നിങ്ങൾ കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. അങ്ങനെ നിങ്ങൾക്ക് ഇവിടെ മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും വെളിച്ചം കണ്ടുപോകാൻ സാധിക്കും. ഏതൊരു കാര്യത്തിലേക്കും പരിശ്രമിക്കുമ്പോഴും നിങ്ങൾ പവർഫുൾ ആയിട്ട് തന്നെ വേണം മുന്നോട്ട് വരാൻ. മനസ്സിലായോ? എന്താണ് സാധിക്കാൻ പോകുന്നത്? ഇവിടെ ടെമ്പറൻസ് ആണ്, ബാലൻസ് ചെയ്ത് പോകാൻ സാധിക്കുന്നത്. കണ്ടില്ലേ, ഇവിടെ ഈ ഒരു വെളിച്ചത്തിലൂടെയുള്ള പോക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇവിടെ നിങ്ങൾക്ക് ബാലൻസ് ചെയ്ത് പോകാൻ കഴിയുന്നു ഈ ഒരു സമയത്ത്. അതാണ് നിങ്ങൾ ഇരുളിലൂടെ മുന്നോട്ട് വരുന്നത്. ഇരുളിലൂടെ മുന്നോട്ട് വന്ന് വെളിച്ചം കാണുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബാലൻസ് കണ്ടെത്താൻ വേണ്ടിയാണ്. ഇവിടെ നിങ്ങൾക്ക് സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നു. ഏഞ്ചലിന്റെ ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഡിവൈൻ ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നു. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ ഉള്ള ആ ഒരു ജീവിതത്തിൽ നിന്നും കുറച്ചുകൂടി പ്രകാശത്തിലേക്ക് നിങ്ങൾ വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഇവിടെ അബണ്ടൻസിന്റെ എനർജി അല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് രണ്ടും നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്നതാണെന്ന് കാണുന്നുണ്ട്. ഇവിടെ ഗോയിങ് ഫോർവേഡ് ആണ്, മുന്നോട്ട് തന്നെ പോകാം. ഇവിടെ ശരിയല്ലേ പറഞ്ഞത്? ഇവിടെ പറഞ്ഞിരിക്കുന്നുണ്ടല്ലോ, ഇവിടെയും വെളിച്ചത്തിലേക്ക് പോകുന്നു, ഇവിടെയും വെളിച്ചത്തിലേക്ക് പോകുന്നു. മുന്നോട്ട് പോകുമ്പോൾ എന്താണ് നിങ്ങൾക്ക് വെളിച്ചത്തിലേക്ക്, നല്ലൊരു സൂര്യപ്രകാശത്തിലേക്കാണ് പോകാൻ സാധിക്കുന്നത്. ശോഭനമായ ഒരു ഭാവിയിലേക്ക് നിങ്ങൾക്ക് ഇവിടെ പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇവിടുത്തെ ദുഃഖത്തിൽ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ, നിങ്ങൾക്ക് അബണ്ടൻസിലേക്കുള്ള യാത്രയിലാണ് നിങ്ങളെന്ന് ഇവിടെ കാണുന്നുണ്ട്. അത് പല കാര്യങ്ങളും നിങ്ങളിപ്പോൾ വിചാരിക്കുന്നത് പോലെ അല്ല. നിങ്ങൾ മുന്നോട്ട് പോകും തോറും നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ നല്ല സന്തോഷം അനുഭവപ്പെടുന്നുണ്ട്. സന്തോഷത്തിലേക്ക് പോകാൻ സാധിക്കും എന്നുള്ളതാണ്, ജീവിതത്തെ ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. മുന്നോട്ട് പോകും തോറും നിങ്ങൾക്ക് അത് അനുഭവിക്കാനും സാധിക്കും എന്ന് കാണുന്നുണ്ട്. എന്താണെന്ന് നോക്കാം നമുക്ക്. ഇവിടെ ഹെറോഫന്റ് എനർജിയാണ് ഇവിടെയും കണ്ടില്ലേ. ഇവിടെ ഇത് തന്നെയാണ്, മുന്നോട്ട് പോകുന്തോറും നിങ്ങൾക്ക് എന്താണ് ഇൻഡ്യൂഷൻ വർദ്ധിച്ചു വരുന്നുണ്ട്. ഇൻഡ്യൂഷൻ വർദ്ധിച്ചു വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പല കാര്യങ്ങളും മനസ്സിലാവും. തെറ്റേത് ശരിയേത്, ഏത് വഴിയേ പോകണം, ഏത് വഴിയേ പോകണ്ട, എവിടെ പോയാൽ അപകടമാണ്, എവിടെ പോയാൽ നല്ലതാണ്, ഇതെല്ലാം മനസ്സിലാക്കാനുള്ള ഒരു കഴിവ്. ആരോട് സംസാരിക്കണം, ആരോട് സംസാരിക്കണ്ട, എവിടെയാണ് നെഗറ്റീവ് എനർജി, എവിടെയാണ് പോസിറ്റീവ് എനർജി, ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഉണ്ടാവുന്നു എന്നുള്ളതാണ് കാണുന്നത്. മുന്നോട്ട് പോകുന്തോറും വെളിച്ചം കാണുന്നു, പക്ഷെ ആ വെളിച്ചത്തിൽ എന്തെങ്കിലും അപകടം പതിയിരിപ്പുണ്ടോ എന്നുള്ളത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഹെറോഫന്റ് എനർജി എന്ന് പറയുന്നത് എന്താണ്, വളരെയധികം ഹൈ എനർജിയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എന്നാണ് കാണുന്നത്. പ്രപഞ്ചവുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങളിൽ ആർക്കെങ്കിലുമൊക്കെ ഈ ഒരു എനർജി ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അപകടങ്ങൾ മനസ്സിലാക്കാനുള്ള, അല്ലെങ്കിൽ ഒരു അപകടം വരുമ്പോൾ ആ ഒരു സ്ഥലത്തെക്കുറിച്ച് ഒക്കെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ടാകുന്നു. അതിൽ നിന്ന് രക്ഷപ്പെടാനും സാധിക്കുന്നു. മുന്നോട്ട് വളരെയധികം സന്തോഷത്തിലൂടെ പോകാനും സാധിക്കുന്നു. അബണ്ടൻസിനെ സ്വീകരിക്കാനും സാധിക്കുന്നു. ലക്ഷ്യബോധത്തിലേക്ക് പോകുന്നു. ആ ലക്ഷ്യത്തെ സ്വീകരിക്കാനും നേടിയെടുക്കാനും സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നമുക്ക് ബോട്ടം വന്നിരിക്കുന്നത് ഇവിടെ 7 ഓഫ് സോഡിന്റെ എനർജിയാണ്. എന്തെങ്കിലുമൊക്കെ ചീറ്റിങ്ങിന്റെ കാർഡാണ് 7 ഓഫ് സോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചീറ്റിംഗ്, ആരുടെയെങ്കിലും ഒക്കെ ചീറ്റിംഗ് നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ സമയത്ത് നിങ്ങൾക്കത് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാവുന്നു. അതാണ് പറയുന്നത്. മനസ്സിലായില്ല? ഇവിടെ തേർഡ് ഐ ചക്രയുടെ ആക്ടിവേഷൻ ആണ്. ഇത് നിമിത്തം ആരുടെയെങ്കിലും നല്ല മോശമായ സംസാരം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ആരെങ്കിലും നിങ്ങളിലേക്ക് മനഃപൂർവ്വം ഒരു ചീറ്റിംഗ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ, സാമ്പത്തികം വാങ്ങിച്ചിട്ട് ചീറ്റ് ചെയ്യാം,
അതുമല്ല നല്ല വാക്കുകൾ പറഞ്ഞ് മറ്റേതെങ്കിലും കാര്യത്തിലൊരു ചീറ്റിംഗ് ഉണ്ടാവാം. ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായോ? ഇവിടെ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ, ഉപേക്ഷ വിചാരിക്കല്ലേ. പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.